നമ്മളത് പറയാൻ കാരണം സ്വർഗത്തിൽ 100 ദറജ എന്ന് പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കുന്ന ഒരാൾക്ക് 6236 ദറജകൾ കിട്ടൂലേ? ശരി തന്നെയാണ്. ഇപ്പൊ 100ൽ ലിമിറ്റഡ് അല്ല, അള്ളാഹുവിന്റെ സ്വർഗലോകം അൺലിമിറ്റഡ് ആണ്. അതിന്റെ പരിധികൾ നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. ഇതുപോലെ 99 ഇസ്മുള്ളൂ എന്ന് മാത്രം പറയാൻ പറ്റില്ലെന്നാണ് ഉലമാ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കാം, ഇന്ന ലില്ലാഹി അസ്മാഅൻ ഗൈറഹ, നമ്മൾ ഈ പറഞ്ഞ 99 അല്ലാത്തതും അള്ളാഹുവിന് ഇസ്മുകളുണ്ട്. അവന് മാത്രം അറിയുന്നത്, അവൻ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തത്, ഏതെങ്കിലും അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു ഇറക്കിയത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഇസ്മു. വലില്ലാഹി അസ്മാഉൽ ഹുസ്ന, all hands and names belong to Allah. എല്ലാ മനോഹരമായ നാമങ്ങളും അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ വരുമ്പോ 99ലും ഏറെയുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പോലെ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ ഒരാൾ അവരെത്തിപ്പെടുന്നത് സ്വർഗലോകത്തിൽ 6236 ലെവലിലേക്കാണ് എന്ന് ഈ ഹദീസിനെ ഉലമാ വ്യാഖ്യാനിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അമ്മന്റെ താഴെ മുഴുവൻ മനഃപ്പാടുണ്ടായിരുന്നു. മദ്രസയിൽ 8ാം ക്ലാസ് കഴിയുമ്പോൾ 10 കഴിയുമ്പോൾ തബാറക ദിവസം കൊണ്ട് മുഴുവൻ മനഃപ്പാടുണ്ടായിരുന്നു. മദ്രസ പഠനമൊക്കെ ഇപ്പൊ 35 കൊല്ലായി. ഇപ്പൊ ഓർമ്മയുള്ളത് വദ്ദുഹാ വല്ലയിലും താഴേക്കേ ഉള്ളൂ. അതിന്റെ വ്യത്യാസം നോക്കണം. നമ്മൾ പ്രായം കൂടുന്നവരും കുറച്ച് ഏറെ ബിൽഡപ്പ് ചെയ്തിങ്ങനെ വരിക വേണ്ടത്. നമ്മൾക്ക് ഖുർആന്റെ വിഷയത്തിൽ മാത്രം ആണ്. ചെറുപ്പകാലത്ത് ഒരുപാട് പഠിച്ചു, അതങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് കുറച്ചൊക്കെ അതിനിടയിലേക്ക് ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ സമയമാകുമ്പോഴേക്കും ഖുർആനിലെ ഏറെക്കുറെ സൂറത്തുകളൊക്കെ മനഃപ്പാഠമാവേണ്ട സമയമായി. നോക്കുമ്പോൾ അന്ന് പഠിച്ച അത്ര കൂടി ഇപ്പൊ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വർക്ക് ചെയ്യണം. നമ്മൾ ആ വിഷയം കൂടുതൽ മനഃപ്പാഠമാക്കി എടുക്കണം. അല്ലെങ്കിൽ മൊത്തം വദ്ദുഹാ വല്ലയിലും താഴേക്കുള്ള ആയത്തിന്റെ എണ്ണം നോക്കിയിട്ട് അള്ളാഹുവിന്റെ ഫളലുണ്ടെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ആലോചിക്കും, റഹ്മാനെ റബ്ബെ, എന്റെ കൂടെ തന്നെ പഠിച്ച ആളാണല്ലോ അദ്ദേഹം കിടക്കുന്നത് ലെവൽ 8000. ആലോചിച്ചു നോക്കി. അതും ബിൽഡിങ്ങിന്റെ ലിഫ്റ്റിക്ക് പോണ പോലെ അല്ലല്ലോ സ്വർഗ്ഗലോകത്തെ ലെവലുകൾ. മാ ബൈന സമാഇ വൽ അർദ്. ചില ബിൽഡിങ്ങിലൊക്കെ കാണും 100 നിലയുള്ള ബിൽഡിംഗ്, ഈ ലിഫ്റ്റ് 1 to 60 ഓൺലി, 1 മുതൽ 60 വരെ. അല്ലെങ്കിൽ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഇതിന്റെ ഫസ്റ്റ് സ്റ്റോപ്പ് തുടങ്ങുന്നത് 110, അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 20 ലെവലുകൾ. ഉദാഹരണം പറയാം, സ്വർഗ്ഗലോകത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് പോകാൻ പറ്റില്ല, നിന്റെ എൻട്രൻസ് അപ്പുറത്താണ്. ഇതൊക്കെ പറയുമ്പോൾ ഒരു സങ്കടം വരും. ആ നേരത്തെ കുറച്ച് റബ്ബേ, കുറച്ചൊക്കെ ഒരു ഖുർആനൊക്കെ എനിക്കും അറിയായിരുന്നെങ്കിൽ ഒന്ന് മേലേക്ക് എത്തായിരുന്നല്ലോ. മനുഷ്യൻ ആംബിഷൻ ഭയങ്കരമാണ്, നമുക്ക് ആഗ്രഹങ്ങൾ വരും. അപ്പൊ അത് സ്വർഗ്ഗലോകത്തുണ്ടാകുമെന്ന് നബി തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗലോകത്തെ സങ്കടപ്പെടുന്നത് ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണ്, റബ്ബേ ഞാൻ ഇച്ചിരി കൂടെ കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അവിടെ എത്താമായിരുന്നല്ലോ. അങ്ങനെ ഒരു സങ്കടം സ്വർഗത്തിൽ വരുമെന്നാണ്. സ്വർഗത്തിൽ കടന്നവർക്ക് കുറച്ചും കൂടെ ഒക്കെ ഞാൻ വർക്കൗട്ട് ഒന്നും അധ്വാനിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ഏറെ ചെയ്യാമായിരുന്നല്ലോ. അപ്പോ സ്വർഗ്ഗലോകത്തിന്റെ ലെവലുകൾ, അതിന്റെ തട്ടുകളെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഇങ്ങനെ ഉലമാഉന റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ ഈ ഹദീസിനെ ഒന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഖുർആൻ ഇങ്ങനെ നമ്മൾ ഒരു തത്തക്കടന്ന പോലെ വെറുതെ പാടി നടക്കാൻ അങ്ങനെ നടന്നതുകൊണ്ട് കാര്യമുണ്ടോ? ഹമലത്തുൽ ഖുർആൻ വഖുറാഉഹു ഹുമുൽ ആലിമൂന ബിഅഹ്കാമിഹി. അത് നമ്മുടെ പ്രവർത്തനത്തിന് ഒന്നുകൂടെ അതിന്റെ ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ഒന്ന് റിവ്യൂ ചെയ്യാൻ. എന്താണ് ഇതിന്റെ ആശയം? നമ്മൾ വെറും മനഃപ്പാഠമാക്കിയാൽ മതിയോ? അത് മാത്രമല്ല, ഖുർആനിന്റെ ആളുകൾ, വാഹകർ, അതിന്റെ ഖുറാഉഹു എന്ന ഖുർആനിന്റെ ഖാരിഈങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ ആലിമൂന ബിഅഹ്കാമിഹി, ഖുർആനിന്റെ ഹുക്മുകൾ മനസ്സിലാക്കിയ പണ്ഡിതന്മാരാണ്, ആലിമീങ്ങളാണ്. ബിഅഹ്കാമിഹി, ഖുർആനിന്റെ ഹുക്മുകൾ അറിയണം. വബിഹലാലിഹി വബിഹറാമിഹി, ഖുർആനിലെ ഹലാലും ഹറാമും പഠിച്ചവരാണ് ഈ സ്ഥാനങ്ങൾ കിട്ടുന്ന ആളുകൾ. വൽ ആമിലൂന ബിമാ ഫീ, അത് അനുസരിച്ച് അമൽ ചെയ്യുന്ന ആളുകളുമാണ്. മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഖദ് യഖറഉൽ ഖുർആന മൻ ലാ ഖൈറ ഫീ, ഒരു ഖൈറുല്ലാത്തവർ ഖുർആൻ ഓതുന്നുണ്ടല്ലോ, ഒരു ഖൈറുണ്ടാവില്ല. അവരെല്ലാം ഇപ്പോൾ ഈ അടുത്തല്ല കുറച്ച് മുമ്പാണ് ഒരു റേഡിയോ ഫത്വ നൽകുന്ന ഒരു പ്രോഗ്രാമിൽ ഒരാൾ സംശയം ചോദിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ഇമാം, ഇത് നമ്മുടെ പരിസരത്തുള്ള ഏതൊരു അറബ് രാജ്യമാണ്, പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലുള്ള ഇമാം നല്ല ഹാഫിളാണ്, നല്ല ഖിറാഅത്താണ്, നല്ല രസമാണ് അയാളുടെ വീട്ടിൽ നിന്ന് തറാവീഹിനൊക്കെ കൂടാൻ വേണ്ടി. പക്ഷെ എനിക്ക് അയാളുടെ കൂടെ നിസ്കരിക്കാൻ പറ്റൂല്ലേ എന്നാണ് എന്റെ സംശയം. എന്തേന്ന് ചോദിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കാരത്തിന്റെ നേരത്തെ ഖിറാഅത്തൊക്കെ വളരെ മനോഹരമാണ്. പക്ഷേ നിസ്കാരമില്ലാത്ത നേരത്ത് തന്റെ വീടിന്റെ മുമ്പിൽ നല്ല ഒച്ചത്തിൽ മ്യൂസിക്കും പാട്ടും കേട്ട് നടക്കുന്ന മനുഷ്യനാണ് ഇയാൾ. എനിക്ക് ഇയാളെ തുടരാൻ പറ്റുമോ എന്ന് ഒരു ഫത്വ ചോദിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആലോചിച്ച് നോക്കാൻ, ഖുർആനിന്റെ ഹാഫിളീങ്ങളാണ്, പക്ഷെ അത് അകത്ത് കടന്നിട്ടില്ല, അതൊരു ജോലിക്ക് വേണ്ടി ചെയ്യുന്നവർ അങ്ങനെ ഉണ്ടാവും.
എത്രയോ ഹാഫിദീങ്ങളായ ആളുകൾ ഹിഫ്ദിന് വേണ്ടി പോകുന്നു. എന്റെ ഗൾഫിൽ ചെന്നാൽ നല്ല ജോലി സാധ്യതയാണ്. വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ജോലിക്ക് വേണ്ടിയല്ല ഹിഫ്ളാക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഖുർആൻ അറിയാനും അതിന്റെ അഹ്കാമുകൾ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമാണ്. പിന്നെ ജോലി കിട്ടാതിരിക്കെ അതിന്റെ വരുമാനം കൂടുതലോ കുറവോ അതൊക്കെ അലല്ലാഹ് ഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. റിസ്ഖിനെ സംബന്ധിച്ചല്ല നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ കാണും. മഹാനായ മാലിക് തങ്ങളുടെ ഈ വാക്ക് കേട്ടപ്പോൾ എനിക്കത് ഓർമ്മ വരാം. ഖദ് യഖറഉൽ ഖുർആന മൻ ലാ ഖൈറ ഫീഹ്. ഒരു ഖൈറില്ലാത്തവർ ഖുർആൻ ഓതുന്നുണ്ടോ? അങ്ങനെ മനോഹരമായ രാഗത്തിലും ഈണത്തിലും ഖുർആൻ ഓതുന്നു, ഒരു ഖൈറുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഹലാലും ഹറാമും മനസ്സിലാക്കി ജീവിക്കുന്ന ആളല്ല. അങ്ങനത്തത് കൊണ്ടും കാര്യമില്ല. അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടല്ലോ. മൻ ഹഫിളഹ അസ്മാഉൽ ഹുസ്ന 99 ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ ദഖലൽ ജന്ന എന്ന ഹദീസ് ഉണ്ട്. അവർക്ക് സ്വർഗ്ഗം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ തങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ മനഃപ്പാഠമാക്കിയത് കൊണ്ടായോ? അള്ളാഹുവിന്റെ സിഫത്തുകളാണ് അവർ. അള്ളാഹു റഹ്മാനാണ്, ഇവന്റെ ഖൽബിൽ ഒരു റഹ്മത്തുല്ല. എന്ത് കാര്യം? അള്ളാഹു സുബ്ഹാനഹു വ തആല മുതകബ്ബിറാൻ, റബ്ബിന്റെ ഇസ്മ അള്ളാഹുവാണ്. അഹങ്കരിക്കാൻ അവകാശമുള്ളത് അള്ളാഹുവാണ്. ഇവൻ വിനയമുള്ള ആളാവണം. അതുണ്ടോ? ഇല്ല. അസ്മാവുകൾ അങ്ങനെ പഠിച്ചു. അള്ളാഹുവിന്റെ സിഫാത്തിനെ സംബന്ധിച്ച് റിഫ്ലക്ഷൻ, അതിനനുസൃതമായി നമ്മുടെ ജീവിതം പാകപ്പെടുത്തുക. ഈ സ്വഭാവങ്ങളില്ലാതെ മനഃപ്പാടാക്കിയത് കൊണ്ടും സ്വർഗം കിട്ടുമെന്നതിന് ആശയമില്ല എന്ന് മഹത്തുക്കളായ ആലിമീങ്ങൾ ഈ ഹദീസുകളെ വ്യാഖ്യാനിക്കാൻ. നമ്മൾ പെട്ടെന്ന് പരിഭാഷ വായിക്കുമ്പോൾ ഈ ആശയം ഉള്ളിലേക്ക് കിട്ടൂല. ആലിമീങ്ങൾ വ്യാഖ്യാനിക്കും, ഹദീസിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുമെന്ന് നമുക്കത് മനസ്സിലാവും. അപ്പോ കൂടുതൽ അള്ളാഹുവിന്റെ കലാം അറിയുകയും പഠിക്കുകയും ചെയ്തിട്ട് അതിന്റെ ഹിഫ്ള് ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.